മാളൂട്ടി, അത് താമരേ. ആ ചേച്ചി ഇങ്ങോട്ട് വന്നേ. ആ എന്താ ചേച്ചി? ഞാൻ നിന്നോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങള് വരുമ്പോ പ്ലാൻ ചെയ്തിട്ട് വന്നതാ. എന്താ ചേച്ചി? എനിക്കറിയാം നീ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവാതെ ഇവിടെ തന്നെയാണെന്ന്. നിന്നെ എന്റെ അനിയൻ എങ്ങോട്ടേലും കൊണ്ടുപോകാറുണ്ടോ? അതില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് വീടിന് പുറത്തിറങ്ങാൻ പോവാ. അയ്യോ ചേച്ചി, ഏട്ടൻ സമ്മതിക്കില്ല. അമ്മ. ഓ, അവിടെയൊക്കെ സമ്മതിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞൂടേടി. നീ വീട്ടിനുള്ളില് അടച്ചിരിപ്പാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചി. എനിക്ക് ആഗ്രഹം ഇല്ലാണ്ടൊന്നുമല്ല. ചേച്ചിക്ക് അറിയാലോ, ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം എങ്ങോട്ടും പോയിട്ടില്ല. വീട്ടിൽ നിന്ന് എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. അമ്മ അതിന് സംഭവിച്ചിട്ടില്ല. എന്തിന് എന്റെ വീട്ടിൽ പോലും ഞാൻ എപ്പോഴല്ലേ പോകാറുള്ളൂ. നിനക്കറിയാലോ ഞങ്ങൾ എപ്പോഴല്ലേ വരാറുള്ളൂന്ന്. ഇപ്രാവശ്യം ഞങ്ങള് ലീവ് എടുത്ത് വന്നത് നിങ്ങളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാ. നിനക്കറിയാലോ, ഒരാഴ്ച കൂടുതൽ ഞങ്ങൾ ലീവിന് വരാറില്ല. ഇതിപ്പോ ഒരു മാസത്തിൽ കൂടുതൽ ഞങ്ങൾ ലീവ് എടുത്തിട്ടുണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കാം. അതിന് ആദ്യ തുടക്കം നമുക്കൊരു ബീച്ചിൽ പോവാം. ആ ചേച്ചി. എന്താ അമ്മയുടെ അഭിപ്രായം? നമുക്കെല്ലാവർക്കും കൂടി പോകല്ലേ? നമുക്കെല്ലാവരും കൂടി പോകുന്നെങ്കിൽ പോവൊക്കെ ചെയ്യാം. പക്ഷേ എന്താ ഒരു പക്ഷേ? നമുക്ക് മാത്രം പോവാം. ഇവളുടെ മോളും ഇവിടെ തന്നെ നിൽക്കട്ടെ. കുഞ്ഞുസേ, മുത്തശ്ശി വരാതെ പിന്നെ മുത്തശ്ശി ഇല്ലെങ്കിൽ നീ ഞാനും വരത്തില്ല. എന്നാലേ നീ എന്നെ മുത്തശ്ശി കൂടെ ഇവിടെ കെട്ടിപ്പിടിച്ചിരുന്നോ? ഞങ്ങൾ ബീച്ച് പോയിട്ട് വരാം. അമ്മേ, നമ്മളെല്ലാരും കൂടി പോകുമ്പോ ഇവളും കുഞ്ഞു മാത്രം ഇവിടെ ഒറ്റയ്ക്കാകുമ്പോ നാട്ടുകാർ എന്താ വിചാരിക്കുക? അമ്മയെ കുറിച്ചല്ലേ കുറ്റം പറയാ? അമ്മ നാട്ടിലെ വലിയ ആളല്ലേ. കഥ പരക്കാൻ അത്ര നേരൊന്നും വേണ്ട. ചെറിയ കുഞ്ഞല്ലേ, അവള് നാട്ടുകാരുടെ ഒക്കെ പറഞ്ഞു നടക്കും. വേണമെങ്കിൽ നമ്മളെ ടൂറിൽ പോയി അവളെ കൊണ്ടുപോവാതെ എന്നൊക്കെ. അമ്മേ വാ, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. അത് നീ പറഞ്ഞത് ശരിയാ. ഈ കൊച്ചിനെ വിശ്വസിക്കാൻ പറ്റില്ല. അവളെ ആന വിത്ത. ഇത്തിരി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംസാരിക്കാൻ വേണ്ടി വാ തുറന്ന എന്നെ കുറിച്ച് കുറ്റേ പറയത്തുള്ളൂ. എന്താ കുഞ്ഞുസേ, നീ അവളുടെ കൂടെ കൂടി എന്നെ കുറ്റം പറയണം മോളെ? പറ, അമ്മയുടെ അഭിപ്രായം എന്താ? നമുക്ക് എല്ലാവർക്കും കൂടി പോവില്ലേ? ഇനിയിപ്പോ പോവാ. ഇനിയിപ്പോ ഞാനേക്ക് തടസ്സം നിൽക്കുന്നില്ല. കുഞ്ഞുസേ, നിനക്ക് മുത്തശ്ശി വഴക്ക് പറയുന്ന കുറച്ച് കൂടുന്നുണ്ട്. നീ ഒരു വലിയ മുത്തശ്ശിക്കാരി വന്നിരിക്കുന്നു. സാരമില്ലടാ, അവള് ചെറിയ കുഞ്ഞല്ലേ. അമ്മയ്ക്ക് എന്ത് പറയാനും അവള് കുഞ്ഞാണ് കൊച്ചാണെന്നൊക്കെ. പാവം മുത്തശ്ശിക്ക് ഒരുപാട് സങ്കടമായി കാണും. എല്ലാം മാളൂട്ടിയെ കൊണ്ടാ. മാളൂട്ടിക്ക് സന്തോഷായില്ലേ? അതെ ആന്റി, ഞാന് മമ്മയുടെ മൊബൈലില് ബീച്ച് കണ്ടിട്ടുണ്ട്. നേരത്തെ കണ്ടിട്ടേ ഇല്ല. എന്റെ പപ്പ എന്നെ കൊണ്ടുപോകാറേ ഇല്ല. താങ്ക് യു ആന്റി. ബീച്ച് എന്ന് പറഞ്ഞ എന്തുവാ? പൊറ്റത്തില് മാത്രമേ കണ്ടിട്ടുള്ളൂ. മാളൂട്ടി കാണാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കുഞ്ഞസ് മാളൂട്ടിക്ക് കാണിച്ചു തരട്ടോ. ശരിക്കും? ശരിക്കും. മാളൂട്ടില്ലേ എന്റെ സ്വന്തം സിസ്റ്ററല്ലേ. ഞങ്ങളുടെ നാട്ടിലുള്ളപ്പോ നമുക്ക് കുറേ സ്ഥലത്ത് പോവാട്ടോ. ഞാനെങ്കിൽ മാളൂട്ടിന്റെ കൂടെ യൂത്തേക്ക് വാ. അതെ, അത് പറഞ്ഞപ്പോഴാ പോരും മാളൂട്ടി ഞങ്ങളുടെ കൂടെ. എന്നാ താമരെ, മുഖത്തൊരു സന്തോഷമില്ലല്ലോ. അല്ല, അത് നാട്ടുകാരെ പേടിച്ചിട്ടാണോ ചേച്ചി ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകുന്നേ? നീ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നേ അല്ലേ? എന്റെ അമ്മയുടെ സ്വഭാവം എന്നെക്കാളും ആർക്കും അറിയില്ല. എന്റെ അമ്മയെ വീഴ്ത്താന്നുണ്ടെങ്കിൽ ഇത്രയും ടിപ്സാ കടക്കണം. എന്നാലേ എന്റെ അമ്മ അതിൽ വീഴുള്ളൂ. അത് കുഞ്ഞോച്ചിന് മനസ്സിലായി. ഈ മണ്ടേ ആന്റിക്ക് ഒന്നും മനസ്സിലായല്ലോ. ഇങ്ങനെ മണ്ടേ നിന്നിട്ടാ മുത്തശ്ശി അങ്ങനെ തലക്കരുന്നേ. അത് മോള് പറഞ്ഞത് ശരിയാ. മണ്ടേ ആയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നേ. ഒക്കെ ശരിയാവേണ്ടി, ഒക്കെ ഞങ്ങൾ ശരിയാക്കി തരാം. ആന്റി ഒരു പേടി പേടിക്കണ്ട. കണ്ടോ, നീ ഇങ്ങനെ പാവത്തെ പോലെ നിന്നിട്ടാ. നീ കുറച്ച് സ്ട്രോങ് ആവും താമരെ. പോയി ഒരുങ്ങിക്ക്, നമുക്ക് ബീച്ചിൽ പോകാനുള്ളതല്ലേ. വാ മാളൂട്ടി. പോയി ഒരുങ്ങിക്ക്. നീ ഇപ്പൊ ഈ കാര്യങ്ങൾ നോക്കാനായിട്ടില്ല. ഒന്ന് നോക്കാനാകുമ്പോ നിനക്ക് നോക്കാട്ടോ. പോയി ഒരുങ്ങിക്കോ. മുത്തശ്ശി ഒന്ന് ഹാപ്പി ആകെ. അവിടെ നടന്നേക്ക് മറന്നേക്ക്. ഞാൻ എങ്ങനെ ഹാപ്പി ആവാനാ? നിന്റെ അമ്മ അവളുടെ കൂടെ അല്ലേ. നിന്റെ അമ്മയ്ക്ക് സ്വന്തം അമ്മയെക്കാൾ ഇഷ്ടം അവളോടാ. വന്നു കയറിയ മൂദേവിയോട്. എന്റെ ദേവി, എന്ത് തെറ്റ് ചെയ്തിട്ടാ നിന്റെ മക്കളൊന്നും എന്നെ അനുസരിക്കാത്തതെന്ന് എനിക്കറിയില്ല. അല്ല പിന്നെ മുത്തശ്ശി, നമ്മളെ ബീച്ചിൽ പോവില്ലേ? നമുക്ക് ബീച്ചിൽ പോയിട്ട് അടിച്ചു വിളിക്കാം. മോൾ എനിക്കൊരു കാര്യം ചെയ്തു തരുമോ? എന്ത് കാര്യം? എന്റെ മുത്തശ്ശിക്ക് എന്ത് കാര്യം വേണേ ചെയ്തരണ്ടേ? മുത്തശ്ശി പറ. എന്ത് ഹെൽപ്പ് വേണേലും ഞാൻ ചെയ്തരാം. ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ മുത്തശ്ശി ബേജാറാവേ വേണ്ട. ഞാൻ പറഞ്ഞ എന്ത് വേണേലും മോൾ ചെയ്യോ? പിന്നെ എന്റെ മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്ക് മുത്തശ്ശി ഒരുപാട് ഇഷ്ടം, അതുകൊണ്ടാ. എന്നാ മാളൂട്ടി നമ്മുടെ കൂടെ തരരുത്. മാളൂട്ടി എങ്ങനെങ്കിലും നമ്മുടെ കൂടെ വരാതാക്കണം. കൂടെ അവളുടെ അമ്മയെ. അതെങ്ങനെ? മോളോട് ഞാൻ പറയുന്ന പോലെയൊക്കെ മോൾ ചെയ്താൽ മതി. അവള് വരില്ല. മുത്തശ്ശി അവള് വന്നോട്ടേന്ന് മുത്തശ്ശി അവിടെ സമ്മതിച്ചല്ലേ? എന്റെ അമ്മ എന്നെ കൊല്ലും. ഞാനായിട്ട് അവളോട് വരണ്ട പറഞ്ഞ. അതിന് മോള് പറയണ്ട, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ എന്തിനാ മുത്തശ്ശി അവിടുന്ന് സമ്മതിച്ചേ? അവളുടെ അമ്മയും കൊണ്ടുപോവാന്നേ. ഈ പ്ലാൻ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ ഞാൻ അവിടെ സമ്മതിച്ചേ. അല്ലാതെ എല്ലാവരും കൂടി ഇങ്ങനെ പോവാനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. മുത്തശ്ശി, ഇത് വർക്കാവോ? എങ്ങാനും പാളിപ്പോയാ എല്ലാം എന്റെ തലക്കാവില്ലേ? അതിന് ഇത് നീ ചെയ്തതാണെന്ന് അവൾ എങ്ങനെ അറിയാനാ? ആ മണ്ടി താമരയ്ക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. സമയം കളയാനില്ല. എന്തിനുള്ള സമയ കളയാനില്ലാത്തേ?
നീ എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് എത്രയാണ് അറിഞ്ഞിട്ടെന്തിനാ? ഒന്നുമില്ല മോളെ, പറ എപ്പോഴാ വന്നേ? എന്താ എന്റെ ചേച്ചിയുടെ മുഖം ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? എന്താ ചേച്ചി, മുത്തശ്ശി ചേച്ചി പേടിപ്പിച്ചോ? അല്ല നീ എന്തെങ്കിലും കേട്ടോ? ആ, ഞാൻ കുറച്ചൊക്കെ കേട്ട്. മോളെ എന്താ കേട്ടത്? നീ ആരോട് പറയില്ലേ പ്ലീസ്. ഞാൻ കേട്ടു. ഇനി നിങ്ങൾക്ക് ഒരുങ്ങാൻ സമയമില്ലാന്നല്ലോ നിങ്ങൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നേ. ആ, അത് തന്നെയാ എന്റെ മോളെ. കുഞ്ഞുസ നിന്നോട് പറയാൻ ഒരുങ്ങാനൊരു സമയമില്ലാന്നേ. കുറച്ച് നേരത്തെ പറയണ്ടായിരുന്നതൊക്കെ. നമ്മളിപ്പോ പോയി വന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോ വീണ്ടും ഒരുങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. അതെ, മുത്തശ്ശിക്കാണെങ്കിൽ പുത്ത സാരിയൊക്കെ എടുക്കാനുള്ളതാ. അതിനൊന്നും ഇനി സമയമില്ലാന്ന് പറയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ. എനിക്ക് തോന്നി. ആ, അവിടെ എന്റെ മാളൂട്ടിയും ആന്റി ഒക്കെ ഒരുങ്ങാൻ തുടങ്ങി. എന്റെ അമ്മ ഒരുങ്ങാൻ തുടങ്ങി. ഞാൻ ഒരുങ്ങിയിട്ടില്ല. എന്റെ ഡ്രസ്സൊക്കെ മുത്തശ്ശിയുടെ റൂമിൽ അമ്മ വെച്ചെന്ന് പറഞ്ഞു. അതെടുക്കാൻ വേണ്ടി വന്നതാ. എവിടെയാ മുത്തശ്ശിന്റെ ഡ്രസ്സൊക്കെ വെച്ചേക്കുന്നത്? നമുക്ക് പെട്ടെന്ന് ഒരുങ്ങിട്ട് പെട്ടെന്ന് പോണ്ടേ ചേച്ചി? നമുക്ക് ബീച്ചിൽ പോയിട്ട് അടിച്ചു പൊളിക്കാം മാളൂട്ടിയുടെ കൂടെ. ആ, നമുക്ക് അടിച്ചു പൊളിക്കാം മാളൂട്ടിയുടെ കൂടെ തന്നെ. ആ, അതെ എല്ലാവർക്കും കൂടി പോയി അടിച്ചു പൊളിക്കാം. ആ, ശരിയാ. എന്നാ മോളുടെ ഡ്രസ്സ് എടുത്ത് വേഗം പോയിക്കോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ മാളൂട്ടി എങ്ങനെ കൊല്ലണമെന്നാണോ? ഈ കുഞ്ഞൂസിന്റെ ഓരോ തമാശകളെ. ഇപ്പൊ ഞാൻ പറഞ്ഞ തമാശ കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ കൂടെ സീരിയസ് ഒക്കെ നിൽക്കൊന്നും വേണ്ട. മുത്തശ്ശിക്ക് എന്താ മാളൂട്ടി ഇഷ്ടമല്ലാത്തെ? എന്ത് പാവാ മാളൂട്ടി, എന്ത് സ്നേഹം എല്ലാവരുടെ അടുത്തും. മുത്തശ്ശിക്ക് എന്താ മാളൂട്ടി ഇഷ്ടമല്ലാത്തെ? പറ മുത്തശ്ശി. ആര് പറഞ്ഞു എനിക്ക് മാളൂട്ടി ഇഷ്ടമല്ലെന്ന്? എനിക്ക് കടലോളം മാളൂട്ടി ഇഷ്ടം മോളെ. അത് ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുക. ആ, അല്ലല്ലോ ആർക്കപ്പോ മാളൂട്ടിനെ വെറുക്കാനൊക്കെ പറ്റാ? എന്ത് പാവാ, എന്തൊരു ഇഷ്ടം മാളൂട്ടിനെ. എനിക്ക് മാളൂട്ടിനെ എന്റെ കൂടെ യൂട്ടിയിലേക്ക് കൊണ്ടുപോയാലോന്നുണ്ട്. അതിന്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ചേച്ചി